തുടർന്നുള്ള സമയങ്ങളിൽ ജീവിത സാക്ഷ്യ വിവരണ ശുശ്രൂഷ നമുക്ക് കേൾക്കാൻ പോവുകയാണ്. ഈ ശുശ്രൂഷ നമുക്കായി പങ്കുവെക്കുന്നത് തൃശ്ശൂർ അതിരൂപത അംഗവും ദൈവശബ്ദം കൺവെൻഷൻ ടീമിൻ്റെ ആരംഭകരിലൊരാളുമായ ബ്രദർ ബേബി കളത്തിലാണ്. 26 വർഷങ്ങൾക്ക് മുമ്പ് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് വിശുദ്ധീകരിച്ച് ഒരു സമൂഹത്തിന്, ഒരു ദേശത്തിന് അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് ബ്രദർ ബേബിയുടേത്. സ്നേഹത്തോടെ സഹോദരൻ്റെ സാക്ഷ്യ വിവരണ ശുശ്രൂഷ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കേൾക്കാം. സഹോദരി സഹോദരങ്ങളെ, അമ്മയില്ലാത്ത വീട് വിളക്കില്ലാത്ത വീടാണ്. അമ്മയില്ലാത്ത വീട് വിളക്കില്ലാത്ത വീടാണ്. എൻ്റെ വീട് വിളക്കില്ലാത്തൊരു വീടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ 6 മാസമുള്ളപ്പോൾ അമ്മയ്ക്ക് വലിവിൻ്റെ അസുഖം തുടങ്ങി. വലിവിൻ്റെ അസുഖമായിട്ട് 6 മാസമുള്ളപ്പോൾ ആസ്പത്രിയിലേക്ക് പോയതാണ്. പിന്നെ 5 വർഷം 5ാമത്തെ വയസ്സായപ്പോൾ അമ്മ മരിച്ചിട്ടാണ് ആസ്പത്രിയിൽ നിന്ന് കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അത്രയും കാലഘട്ടം അമ്മയില്ലാതെ വളർന്ന്, അമ്മ വീട്ടിലില്ലാത്തത് കൊണ്ട് അപ്പനും മറ്റുള്ളവരും എല്ലാം തോന്നിയ പോലെ ജീവിച്ച്, അപ്പൻ മദ്യപാനത്തിൽ അകപ്പെട്ടു, മദ്യപിച്ച് ലക്ക് കെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ എൻ്റെ കുടുംബത്തിലുണ്ടായി. അതോടൊപ്പം തന്നെ മക്കളും വീട്ടിൽ അനുസരണമില്ലാത്തവരായിട്ട് മാറി. ഞാൻ ഏറ്റവും താഴെയുള്ള മകനായിരുന്നതുകൊണ്ടും അപ്പൻ എപ്പോഴും എന്നെയാണ് ഓരോ സാധനങ്ങൾ മേടിക്കാൻ വിടുക. ബീഡി മേടിക്കാനായാലും മദ്യം മേടിക്കാനായാലും അപ്പൻ എന്നെയാണ് വിടുക. ചെറുപ്പം മുതൽ തന്നെ ബീഡി മേടിച്ചു കൊടുത്ത് അപ്പന് വലിക്കുന്നത് കണ്ടുകൊണ്ടും മദ്യം മേടിച്ചു കൊടുത്ത് അത് കുടിക്കുന്നത് കണ്ടുകൊണ്ടും വളർന്ന എനിക്ക് അതിനോട് ടേസ്റ്റ് കൂടി. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ അപ്പൻ വലിച്ചിട്ട ബീഡിക്കുറ്റി പറക്കി ഞാനും വലിക്കാൻ തുടങ്ങി. 5ാമത്തെ വയസ്സിൽ സ്കൂളിൽ കൊണ്ട് ചേർത്തിയാലും ഞാൻ കുറച്ച് നാളെ ഒരു സ്കൂളിൽ പഠിക്കുള്ളൂ. കാരണം അപ്പൻ്റെ മദ്യപാനം മൂലം വീടുകൾ മാറി മാറി പോകേണ്ടി വരും. വീട് വാടകയ്ക്കാണ്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഭാഗത്തുള്ളവർക്ക് മുഴുവൻ അപ്പൻ ഒരു ശല്യക്കാരനായി മാറും. അവർ പറയും ഇവിടുന്ന് മാറി പോകണമെന്ന് പറഞ്ഞ് അവിടുന്ന് കെട്ടും കിടക്കുകയായിട്ട് കുറച്ച് ദൂരദേശത്തേക്ക് ഞങ്ങൾ മാറിപ്പോകും. അവിടെ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് മാറേണ്ടി വരും. അങ്ങനെ 3ാം ക്ലാസ് വരെ എനിക്ക് പഠിക്കാൻ പറ്റി 5 സ്കൂളിലായിട്ട്. 5 സ്കൂളിലായിട്ട് 3ാം ക്ലാസ് വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. ഞാൻ ചെറുതായിട്ട് ജോലിക്ക് ഇറങ്ങി. ട്രൗസർ ഇട്ടുകൊണ്ട് തന്നെ ജോലിക്ക് ഇറങ്ങി. ജോലി ചെയ്ത് ഇങ്ങനെ അപ്പനെ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പനെ ഉള്ളത് മേടിച്ചിട്ട് വരണം, ബീഡി മേടിച്ചിട്ട് വരണം. അന്ന് കനാൽ പെരിങ്ങി വിൽക്കുന്ന കാലഘട്ടമാണ് വീടുകളിലൊക്കെ. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ കനാൽ പെരിങ്ങി മേടിക്കാനായിട്ട് അപ്പൻ എന്നെ വിടും. അപ്പൻ മേടിച്ചു വരുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ കഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പന് കൊണ്ടു കൊടുക്കും. അങ്ങനെ തുടർന്ന് ഒരു 10-12 വയസ്സ് 15 വയസ്സായപ്പോഴേക്കും ഒരു തികഞ്ഞ ഒരു മദ്യപാനിയായിട്ട് ഞാൻ മാറിക്കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ കാലം കടന്നുപോയി. 10-20 വയസ്സ് വരെ അങ്ങനെയൊക്കെ അങ്ങോട്ട് കടന്നുപോയി. 20 വയസ്സായപ്പോൾ എനിക്ക് പള്ളിയിൽ അച്ഛൻ എന്നെ പിടികൂടി. എൻ്റെ തോന്നിയമാതിരിയുള്ള കുത്തൊഴിഞ്ഞുള്ള ജീവിതം കണ്ടുകൊണ്ട് എൻ്റെ ഇടവക പള്ളിയിലെ വികാരി അച്ഛൻ എന്നെ പിടികൂടി. എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ കൂടെ പിടിച്ചു നിർത്തിയിട്ട് അച്ഛൻ എന്നെ ഒരു കപ്പ്യാരാക്കി. ആ പള്ളിയിൽ കപ്പ്യാരാക്കി. എഴുതാനും വായിക്കാനൊന്നും അറിയില്ലെങ്കിലും അച്ഛൻ എഴുതലും കാര്യങ്ങളൊക്കെ അച്ഛൻ നടത്തി. മെഴുതിരി കത്തിക്കാനും അങ്ങനെയുള്ള കുർബാനയ്ക്ക് കൂടാനൊക്കെ ആയിട്ട് എന്നെ കൂടെ കൊണ്ട് നടന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടുന്ന് മാറിപ്പോകാറായപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഈ സ്റ്റീൽ പാത്ര കുറി ഇവിടെ നിർത്തുകയാണ്, ഈ പള്ളി നടത്തുന്നത് നിർത്തുകയാണ്, അപ്പം നീ അത് തുടർന്ന് നടത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാശൊക്കെ തന്ന്
എന്നെ സ്റ്റീൽ പാത്രക്കുറി നടത്താനായിട്ട് പ്രേരിപ്പിച്ചു. അങ്ങനെ ഞാൻ സ്റ്റീൽ പാത്രക്കുറിയൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയി. ഒരു 25 വയസ്സ് വരെയൊക്കെ കപ്പ്യാര് പണിയും അതുപോലെ കുറിയൊക്കെ ആയിട്ട് നടന്നു. സാമാന്യം കുറച്ച് കാശൊക്കെ എൻ്റെ കയ്യിൽ വന്നപ്പോൾ സ്വന്തമായിട്ടൊരു ചെറിയ ഭവനം മേടിച്ചു. ഭവനമൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ വിവാഹം കഴിക്കാൻ പറഞ്ഞു. 26ാമത്തെ വയസ്സായപ്പോഴേക്കും ഞാൻ കല്യാണം കഴിച്ചു. അപ്പോഴും ഈ മദ്യപാനവും അതുപോലെ തന്നെ പുകവലിയൊക്കെ ഇങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുറേശ്ശെ അച്ഛൻ കാണാതെയൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. കാശ് സമ്പത്തൊക്കെ കയ്യിൽ വരാൻ തുടങ്ങിയപ്പോൾ അത് കുറേശ്ശെ കൂടി വന്നു. വിവാഹമൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ മദ്യം എൻ്റെ സിരകളിൽ പിടിക്കാൻ തുടങ്ങി. കാശുണ്ടായി, കൂട്ടുകാരുണ്ടായി, ഓടി നടന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ കൂട്ടുകാർ കൂടി ഒരേ സ്ഥലങ്ങളിലേക്ക് പോകാനും ടൂറടിച്ച് നടക്കാനും സമ്പത്തൊക്കെ എടുത്ത് ചെലവഴിച്ച് അങ്ങനെ ഒരു ധൂർത്തനായിട്ട് ജീവിച്ചു തുടങ്ങി. ഭാര്യ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നിങ്ങളിങ്ങനെ പോയാൽ എന്താ തരം, ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അളിയന്മാർ, എനിക്ക് 4 അളിയന്മാരുണ്ട്. ഭാര്യയ്ക്ക് 4 ആങ്ങളാരും 4 ചേർത്തിയനീത്തികളുണ്ട്. അവർ 9 മക്കളാണ്. അപ്പോൾ അതിൽ അളിയന്മാർ പറഞ്ഞു, ബേബി നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നീ കപ്പ്യാരി പണിയൊക്കെ അവസാനിപ്പിക്കുക, നീ മാർക്കറ്റിലേക്ക് വരിക, മാർക്കറ്റിൽ വന്ന് കച്ചവടമൊക്കെ തുടങ്ങാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം, നീ വരാൻ പറഞ്ഞു. അങ്ങനെ മാർക്കറ്റിലേക്ക് ഞാൻ കപ്പ്യാരി പണിയൊക്കെ അവസാനിപ്പിച്ച് ചേക്കേറി. മാർക്കറ്റിൽ കുറികൾ നടത്തുന്ന, അന്ന് കാലത്ത് കുറികളൊന്നും അധികം ആൾക്കാർ നടത്തിയിരുന്നില്ല. അന്ന് മാർക്കറ്റിൽ ഞാൻ 5000-ൻ്റെയും 10000-ൻ്റെയും അങ്ങനെയൊക്കെ കുറികൾ സ്റ്റാർട്ട് ചെയ്തു. ആ കുറിക്കമ്പനി വളർന്നു. ആ സമയത്ത് വളർന്നു വന്നപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ കൂടെ മദ്യപാനവും എന്നെ കാർന്ന് തിന്നാൻ തുടങ്ങി. കൂട്ടുകാർ കൂടി. എല്ലാ ദിവസവും രാവിലെ 10 മണിയാവുമ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറിൽ പോകും. ബാറിൽ പോയിരുന്ന് മദ്യപിച്ച് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ സിനിമയ്ക്ക് പോകാൻ തോന്നിയെങ്കിൽ സിനിമയ്ക്ക് പോയി. അല്ല അപ്പം തോന്നുകയാണ് ഇന്ന് നമുക്ക് ഊട്ടിക്ക് പോകാമെന്ന് പറഞ്ഞു, ഒരു കാറ് വിളിച്ചു, ഊട്ടിക്ക് പോയി, അല്ലെങ്കിൽ കൊടൈക്കനാൽ പോയി. ഇങ്ങനെ ധൂർത്തനായി ജീവിക്കാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ ഒരു PDM മുറി എനിക്ക് വാടകയ്ക്ക് എടുക്കാനായിട്ട് പറ്റി. ഞാൻ ഹോൾസെയിൽ കച്ചവടം തുടങ്ങി. തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലേക്ക് ലോഡ് കണക്കിന് പച്ചക്കറി കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു ഏജൻ്റായിട്ട്, ഒരു കച്ചവടക്കാരനായിട്ട് ഞാൻ മാറി. അങ്ങനെ പൊള്ളാച്ചിയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും മേട്ടുപ്പാളയത്തിൽ നിന്നും വട്ടംചിത്രത്തിൽ നിന്നൊക്കെ ലോഡ് കണക്കിന് പച്ചക്കറി കൊണ്ടുവന്ന് പച്ചക്കറി വിൽക്കുന്ന ഒരു വ്യാപാരിയായി മാറി. അങ്ങനെ കുറിക്കമ്പനിയും ഇതുപോലെ ഈ പച്ചക്കറി കച്ചവടമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. 9 മണിയാവുമ്പോൾ 10 മണിയാവുമ്പോൾ കച്ചവടം കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ പിന്നെ ബാറിലേക്ക് പോവുകയായി. പിറ്റേ ദിവസം 5 മണി വരെ ഞങ്ങൾ ഫ്രീ ആണ്. ഈ 5 മണി വരെ ഞങ്ങൾ ബാറിലും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് നടന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും ആസക്തികൾക്കും ദുരാശകൾക്കൊക്കെ അടിമപ്പെട്ട് കുത്തൊഴിഞ്ഞ ജീവിതവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. ഈ കാലഘട്ടത്തിൽ എൻ്റെ ഭാര്യ എന്നോട് മുഖത്ത് നോക്കി എന്നോട് ചോദിച്ചു, മനുഷ്യ നിങ്ങൾക്കൊന്ന് പോയി തൂങ്ങി ചത്തൂടെ? ഈ വീട്ടിൽ 10 പൈസയ്ക്ക് ഉപകാരമില്ലാതെ അരി മേടിക്കണമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ഗതികേടായി. നിങ്ങൾ എങ്ങനെ ജീവിച്ചേർന്ന മനുഷ്യനാ, എന്നാൽ ഇത് നിങ്ങൾക്ക് പോയി ചത്തുകൂടെ എന്ന് മുഖത്ത് നോക്കി ചോദിക്കാൻ തുടങ്ങി. എൻ്റെ ആങ്ങളാരും എൻ്റെ ചേർത്തി അനിയത്തികൾ എന്നെ പൊന്നുപോലെ നോക്കിയോളും, എന്നെയും എൻ്റെ മക്കളും. ആ സമയത്ത് 2 മക്കളുണ്ടായി. ആ മക്കളെയും ഭാര്യ എൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, നിങ്ങൾക്ക് പോയി ഒന്ന് മരിച്ചുകൂടെ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊന്നും തലയ്ക്ക് കയറാവുന്ന സ്ഥിതിയിലല്ലായിരുന്നു ഞാൻ. എന്നെ മദ്യം കാർന്നു തിന്നു. പൈസ എത്ര കിട്ടിയാലും മതി വരാത്തൊരവസ്ഥയായി. കുറി വിളിച്ചവർക്ക് കാശ് കൊടുക്കാൻ പറ്റാതെയായി. കുറിക്കമ്പനി പൊളിഞ്ഞു പോയി. അതോടൊപ്പം കൊടുക്കാനുള്ളവർ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. വീട് വിൽക്കേണ്ട അവസ്ഥ വന്നു. വീട് വിറ്റു, എല്ലാം വിറ്റു തൊലച്ചു. എന്നിട്ടും 4,70,000 രൂപ കടബാധ്യതയായി. ഈ കടബാധ്യതയുമായിട്ട് ഒരു 250 രൂപ വാടക വീട്ടിലേക്ക് ഞാൻ താമസവും മാറി. 250 രൂപ വാടക കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ, അവിടെ നിന്നും ഇറക്കി വിടേണ്ട അവസ്ഥ വന്നപ്പോൾ
എൻ്റെ അമ്മാനപ്പനും വീട്ടുകാരും എല്ലാവരൊക്കെ കൂടി ഒരു 5 സെൻറ്റ് സ്ഥലം പെരിഞ്ചേരി ദേശത്ത് മേടിച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും ഒരു കുടില് കുത്തിയിട്ട് അവിടെ താമസം തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഒരു കുടില് കുത്താൻ പരിശ്രമിച്ചു. ഒരു ലോഡ് കരിങ്കല്ല് ഇറക്കാനുള്ള പൈസ ഉണ്ടാക്കി, ഒരു ലോഡ് കരിങ്കല്ല് ഇറക്കി, ഒരു ലോഡ് കരിങ്കല്ലമ്മ, ഒരു ലോഡ് കട്ട ഇറക്കിയിട്ട് അതുകൊണ്ടുള്ള ഒരു വീട് വെച്ച് ഒരു ഓല മേഞ്ഞ് ചാക്ക് കൊണ്ടുവന്ന് കീറിയിട്ട് ജനലയ്ക്ക് ചാക്കിട്ടു. വാതിലിൻ്റെ അവിടെ വലിയ ഒരു ചാക്കും ഇട്ട് താമസം തുടങ്ങി. 40,000 രൂപയോളം ഒരു മാസം വരുമാനമുണ്ടായിരുന്ന ഞാൻ മദ്യപിച്ച് കൂട്ടുകാരും കൂടി നടന്നതിൻ്റെ ഫലമായിട്ട്, ഞാൻ അഹങ്കാരിയായി തീർന്നതിൻ്റെ ഫലമായിട്ട് എല്ലാം നശിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കർത്താവ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. താമസം തുടങ്ങി പിറ്റേ ദിവസം രാവിലെയാണ് 2-ന് പോകേണ്ട കാര്യം ഓർത്തത്. അപ്പോൾ 2-ന് പോകാൻ സ്ഥലമില്ല. എന്തു ചെയ്യും? പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റപ്പോൾ 2-ന് പോകാൻ പറ്റുന്നില്ല. വേഗം തന്നെ വീട്ടിലൊരു പിക്കാസും കൈക്കോട്ടുണ്ടായിരുന്നു. പിന്നെ പോയി ഒരു കുഴി കുത്തി. ആ കുഴി കുത്തിയിട്ട് ഭാര്യയോട് പറഞ്ഞു, നിൻ്റെ ഒരു സാരി ഇങ്ങോട്ട് എടുത്തോളാൻ പറഞ്ഞു. ഒരു സാരി കൊണ്ടുവന്ന് 4 മൂലയ്ക്ക് കുറ്റിയടിച്ച് 2 പലയ കഷ്ണം ഇട്ട് കാര്യം നടത്തി മാർക്കറ്റിൽ പോയി. അത്രയും ദയനീയ അവസ്ഥയിലേക്ക് ഞാൻ വന്നു. ഈ മദ്യമെന്ന ദുശീലം എന്നെ കൊണ്ടെത്തിച്ചു. പൈസ കയ്യിലുണ്ടായിരുന്നപ്പോൾ നമുക്ക് വേണ്ട ആളുകളുണ്ടായിരുന്നു കൂടെ നടക്കാനായിട്ട്, നമ്മുടെ കൂടെ കൂടാനായിട്ട്, ഉപദേശിക്കാനായിട്ട് അനവധി വ്യക്തികളുണ്ടായിരുന്നു. സമ്പത്തെല്ലാം നശിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലേക്ക് അരി മേടിക്കാൻ പൈസ കൊടുക്കാനില്ല. വീട്ടിൽ കുറച്ച് പച്ചക്കറി കൊണ്ടിട്ട് കൊടുത്താൽ വിശപ്പ് മാറുമോ? അവർക്ക് വയ്ക്കാൻ പറ്റുമോ? അരിയില്ല. അരി കിട്ടാതെ വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാനിനി ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി കിണറ്റിൻ്റെ അവിടേക്ക്. അവളെ പിടിച്ച് ഞാൻ വീട്ടിൽ കൊണ്ട് കിടത്തി. അവൾക്കൊരു ദിവസം മുഴുവൻ ഞാൻ രാത്രി കാവലിരുന്നു മരിക്കാതിരിക്കാൻ. അങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടും എനിക്ക് മാറ്റം സംഭവിച്ചില്ല. ഈ മദ്യമെന്ന ദുശീലം എന്നിൽ നിന്നും വിട്ടുപോയില്ല. പുകവലി എന്ന ദുശീലം വിട്ടുപോകിയില്ല. എത്രയോ തവണ ബീഡി ചുരുട്ടി വലിച്ചെറിഞ്ഞ് കളഞ്ഞിരിക്കുന്നു. പക്ഷേ കുറച്ചു നേരം, അല്പനേരത്തേക്ക് മാത്രം. അത് കഴിയുമ്പോൾ വീണ്ടും അതെന്നെ കാർന്നു തിന്നും. അങ്ങനെ നടന്നു കുറച്ച് കാലഘട്ടം. അങ്ങനെയിരിക്കെ പലിശ കൊടുക്കാനില്ലാതെ ആളുകൾ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. വീട്ടിലെ ഭാര്യയ്ക്ക് പ്രസവത്തിന് മുപ്പാട് കിട്ടുന്ന ഒരു സമ്മാനമുണ്ട്. നമുക്ക് പ്രസവത്തിന് കിട്ടുന്ന ഒരു കിണ്ടി, വട്ടക, കോളാമ്പി എന്ന് വേണ്ട ഭാര്യയ്ക്ക് പ്രസവത്തിന് കിട്ടിയ സകല മുതലുകളും അവർ ഓരോരുത്തരായിട്ട് എടുത്തുകൊണ്ടുപോയി. ടേപ്പ് റെക്കോർഡ്, റേഡിയോ എന്ന് വേണ്ട സകല സാധനങ്ങളും വീട്ടിലത്തെ പലിശക്കാരെടുത്തുകൊണ്ടുപോയി. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം കുടിച്ച് ലക്ക് കേട്ട്, കാശില്ലെങ്കിലും കുടിക്കാനായിട്ടൊരു വിഷമമില്ല കേട്ടോ. കുടിക്കാനായിട്ടുള്ളത് കിട്ടും. മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ എങ്ങനെ പോയാലും കുടിച്ചിട്ടേ വരുള്ളൂ. അരി മേടിക്കാൻ, ഒരു ഇടങ്ങാഴി അരി മേടിക്കാനുള്ള പൈസ ആരോട് ചോദിച്ചാലും നീ പോയി പണി നോക്കി തരാമെന്ന് പറയും. പക്ഷേ ഒരു ലേശം കഴിക്കണം, തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അവൻ എന്നാ വാ എന്ന് പറഞ്ഞ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. ഇത് സ്ഥിതി. അരി മേടിക്കാൻ 10 രൂപ ഒരാൾ തരില്ല. അങ്ങനെ കുടിച്ച് ലക്ക് കെട്ട് ഒരു ദിവസം ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ പെങ്ങള് എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എൻ്റെ പെങ്ങൾ LCH എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താണ് ബേബി നിൻ്റെ വിഷയം? എന്താ നിനക്ക് പറ്റിയേ? നീ എന്താ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, എന്താ പറ്റിയേ എന്ന് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ ചേച്ചിയുടെ അടുത്ത് വന്നു. ചേച്ചി എന്നറിയോ, ഈ ഇടവക പെരുന്നാളാണ് ഇന്ന ദിവസം. വീട്ടിൽ അരി വെച്ചിട്ടില്ല. കൂട്ടാൻ വയ്ക്കാൻ 4 മാന്തൾ ഇവിടെ ഉണക്ക മാന്തൾ കിടക്കുന്നുണ്ട്. അതെടുത്ത് ഞാൻ ചാറ് വെച്ചിട്ടുണ്ട്. ഒരു അരി മേടിക്കാനായിട്ട് പൈസ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കഞ്ഞി വെച്ചിട്ടില്ല ചേച്ചി. ഇന്ന് പെരുന്നാളാണ്, നമ്മുടെ മക്കൾ എങ്ങനെ ജീവിച്ചാർന്ന മക്കളാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാരക്കോര ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെങ്ങളോട്. ഞാനിതൊക്കെ കേട്ട് അവിടെ ഒരു പായയിൽ ഇങ്ങനെ കിടക്കുക. ഇത് കിടക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു. ഞാൻ എന്തിനിങ്ങനെ ജീവിക്കണം? എങ്ങനെ ജീവിച്ചാർന്ന്? എന്തുമാത്രം സമ്പത്ത് എൻ്റെ കയ്യിൽ വന്നതാ. ഈ സമ്പത്ത് മുഴുവൻ ഞാൻ നശിപ്പിച്ച് കളഞ്ഞില്ലേ?
എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭാര്യയ്ക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക കൊടുക്കാൻ എനിക്ക് കഴിവില്ലാതെ വന്നല്ലോ. ഇനി ഞാൻ എന്തിനെങ്ങനെ ജീവിക്കണേ? നാളെ നേരം വെളുക്കുമ്പോൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ റെയിലിൽ തലവെക്കാം എന്ന ഒറ്റ തീരുമാനമെടുത്ത് അവിടെ കെടുക്കുക. അങ്ങനെ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. പിശാച് എൻ്റെ ചിന്തകളെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇനി എന്തിനിങ്ങനെ ജീവിക്കണം? ഒന്നുമില്ലാത്ത അവസ്ഥ, 4,70,000 രൂപ കടബാധ്യത. 1000 രൂപയ്ക്ക് 5 രൂപയാണ് ഞങ്ങളുടെ മാർക്കറ്റിൽ പലിശയുള്ള ഒരു ദിവസത്തിന്. 1000 രൂപയ്ക്ക് വെറും 5 രൂപ. അങ്ങനെ 70,000 രൂപയാണ് ഞാൻ പലിശയ്ക്ക് മേടിച്ചിട്ടുള്ളത്. മാർക്കറ്റിലെ നല്ല നല്ല ആൾക്കാരിൽ നിന്ന് ഈ പലിശയ്ക്ക് മേടിക്കുന്നതേ. അവർക്ക് പലിശ കിട്ടാണ്ടാകുമ്പോൾ അവർ വീട്ടിൽ വരും. വീട്ടിൽ വന്ന് കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ അവരുടെ അവസ്ഥ. അതും കൂടി കിട്ടാണ്ടായി അവർക്ക്. അപ്പോൾ അവരുടെ സ്വഭാവങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങി, അവരുടെ ഭാഷയ്ക്ക് മാറ്റം വന്നു തുടങ്ങി. തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ തെറി പറയാതെ പച്ചക്കറി കച്ചവടം ചെയ്യാനും പറ്റില്ല, ജീവിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റ്. ഇപ്പോഴല്ല, 10-20 കൊല്ലം മുപ്പാട്. തെറി പറഞ്ഞെങ്കിലേ കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ. ഞാനും നന്നായിട്ട് തെറി പറയുന്ന മനുഷ്യനായിരുന്നു കച്ചവടം ചെയ്യണമെങ്കിൽ. കാരണം ഒരു ചാക്ക് വെണ്ടക്കായ വില പറയുമ്പോൾ, ഒരു ചാക്ക് വെണ്ടക്കായക്ക് ഞാൻ വില പറഞ്ഞാൽ അവൻ ചിലപ്പോൾ അത് 10 രൂപ കുറച്ച് അല്ലെങ്കിൽ 5 രൂപ കുറച്ചൊക്കെ ചോദിക്കും. ആ ചോദിക്കുമ്പോൾ അവനെ ചീത്ത പറഞ്ഞു വിടുക എന്നുള്ളതാണ് പിന്നത്തെ ഒരു പരിപാടി. കച്ചവടം നടന്നില്ലെങ്കിൽ അവന് ചീത്ത പറഞ്ഞ് തെറി പറഞ്ഞു വിടുക. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മാർക്കറ്റിലുള്ളത്. അങ്ങനത്തെ സ്വഭാവമുള്ള ആളുകളിൽ നിന്നാണ് സമ്പത്ത് ഞാൻ കടം വാങ്ങിയത്. അവർക്ക് പൈസ കിട്ടാതായപ്പോൾ അവർ എന്നെ ചീത്ത പറയാനും മറ്റ് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ പെങ്ങള് എന്നെ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ പറഞ്ഞു ഇങ്ങനെ പെങ്ങളോട് ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പെങ്ങള് പറയാണ്, ഒരു കാര്യം ചെയ്യ് ബേബി, നീ എഴുന്നേൽക്ക്, കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്ക്, വകുപ്പുണ്ട്, നമുക്ക് ഒക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു നീ പോയി കുളിച്ചിട്ട് വാ. പെങ്ങളുടെ നിർബന്ധം മൂലം ഞാൻ കുളിക്കാൻ പോയി. കുളിച്ചു വരുമ്പോഴേക്കും ഭാര്യ എൻ്റെ പെങ്ങൾ ഭാര്യയോട് പറഞ്ഞു അവനൊരു പെട്ടിയിൽ 2-3 ജോഡി ഡ്രസ്സൊക്കെ വെക്കാൻ പറഞ്ഞു. അങ്ങനെ 2-3 ജോഡി ഡ്രസ്സൊക്കെ വെച്ചു. പെങ്ങൾ എന്നെയും കൊണ്ട് യാത്രയായി. ഞാൻ പെങ്ങളോട് ചോദിച്ചു എവിടേക്കാണ് പോണേന്ന് ചോദിച്ചു. അതൊന്നും ഇപ്പം നീ അറിയണ്ട, നീ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ മരിക്കാൻ പോണ എനിക്ക് ഞാൻ എവിടേക്ക് പോയാലും ഇപ്പം എന്താ, ഞാനും കണക്കാക്കി ശരി പെങ്ങളുടെ കൂടെയല്ലേ പോകാമെന്ന് വെച്ചു. ഞാൻ പെങ്ങളുടെ കൂടെ പോയി. തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയപ്പോൾ പെങ്ങളോട് ചോദിച്ചു ഞാൻ എവിടേക്കാണ് പോണേന്ന് പറഞ്ഞു. നീ ഒരു യാത്ര പോവാണ്, നീ ഇനി ഒരു 5 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ ഇവിടേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കർത്താവേ 5 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ ഇനി വരുള്ളൂ. ഞാൻ ഓടി മാർക്കറ്റിൻ്റെ പടിക്കലേക്ക് പോയി. ഇതിപ്പോൾ വരാൻ ചേച്ചിയെന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൻ്റെ പടിക്ക് പോയി. അവിടെ പോയി ഒരു പെട്ടിക്കടയുണ്ട്. ആ പെട്ടിക്കടയിൽ നിന്നും കാശില്ലെങ്കിലും കടം കിട്ടും. അവിടെ പോയിട്ട് 3 കെട്ട് ബീഡിയുടെ പാക്കറ്റും മേടിച്ച് ഓടി വന്നു. പോക്കറ്റിലിട്ട് വന്ന് ചേച്ചിയുടെ കൂടെ പോയി. ചേച്ചി കൊണ്ട് ചെന്നിറക്കിയത് മൂവാറ്റുപുഴ ജീവജ്യോതി ധ്യാന കേന്ദ്രത്തിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ കൊണ്ട് എന്നെ ആക്കി. ഞാൻ അവിടെ ചെന്നിരുന്നു. ഇതുപോലെ എല്ലാവരും നിരനിരയായിട്ടിരിക്കുന്നു. 173 പേര് ധ്യാനത്തിനുണ്ട്. ആ 173ാമത്തെ ഏറ്റവും പിന്നിലത്തെ കസാരയിൽ ഞാൻ പോയി ചെന്നിരുന്നു. അന്ന് ധ്യാനം നയിച്ചേർന്നത് ജെയിംസ് ഏഴാനിക്കാട് അച്ഛനും അതുപോലെ തന്നെ ലോറൻസ് പടനിലത്തുമാണ്. ഞങ്ങൾ ആ ധ്യാനത്തിൽ ഞാൻ പങ്കുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. ഏറ്റവും പുറകിലിരുന്ന് കുറച്ച് ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് കഴിയുമ്പോൾ അപ്പം ഞാൻ എഴുന്നേൽക്കും, റൂമിൽ പോകും, ബാത്റൂമിൽ പോവും, ഒരു ബീഡി എടുത്ത് കത്തിക്കും, വേഗം വലിക്കും, കക്കൂസയുടെ ഉള്ളിലിടും, വെള്ളമൊഴിക്കും, ഓട്ടി വന്ന് കുത്തിരിക്കും. ഇങ്ങനെ ശ്രദ്ധിക്കാനോ ധ്യാനം കേൾക്കാനോ ഒന്നിനും ശ്രദ്ധ കൊടുക്കാതെ ബീഡിയും വലിച്ച് പുറകിലിരുന്നു. 3 ദിവസം കൊണ്ട് ഈ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവസാനിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 ദിവസം കൊണ്ട് ഈ കൊണ്ടുപോയ ഐറ്റംസ് കഴിഞ്ഞപ്പോൾ എൻ്റെ സിരകളിൽ അത് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. 3ാമത്തെ ദിവസം ഉച്ചയായപ്പോഴേക്കും ഞാൻ അവിടെയുള്ളവരെയൊക്കെ ചീത്ത പറയാൻ തുടങ്ങി, തെറി പറയാൻ തുടങ്ങി. എല്ലാവരോടും വളരെ
വഷളായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി, ശുശ്രൂഷകരോട് ചീത്ത പറയാൻ തുടങ്ങി. ഇങ്ങനെ ഞാൻ അലമ്പുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയുള്ളവർ ബ്രദറോട് വിളിച്ചു പറഞ്ഞു, ബ്രദറെ, ഈ സഹോദരൻ ഇവിടെ ഒതുങ്ങിയിരിക്കുന്നില്ല, ഈ സഹോദരനെ കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്, ബ്രദർ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ട് ബ്രദറുടെ അടുത്തേക്ക് കൊണ്ടുപോയി ശുശ്രൂഷകർ. ബ്രദർ എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു, എന്താ ബ്രദറെ നിങ്ങളുടെ വിഷയം, എന്താണ് ഇങ്ങനെ പ്രശ്നം? ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ വിഷയമൊന്നുമില്ല, എനിക്കൊരു ബീഡി തന്നാൽ മതി, എനിക്കൊരു ബീഡി തന്നാൽ മതി, ഞാൻ സ്വസ്ഥമായിട്ടിരുന്നോളാം. അപ്പോൾ അതിനു മുമ്പ് ധ്യാനം തുടങ്ങുമ്പോൾ ഒരു കാര്യം ബ്രദർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബക്കറ്റ്, ആദ്യകാലങ്ങളിൽ ധ്യാനം തുടങ്ങുമ്പോഴൊക്കെ ഒരു ബക്കറ്റ് കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് ആ ബക്കറ്റ് കൊണ്ടുവന്നിട്ട് പറയും, ധ്യാനത്തിന് മുമ്പ് തന്നെ, തുടങ്ങുന്നതിന് മുമ്പ് പറയും, നിങ്ങളുടെ കയ്യിൽ ബീഡിയോ സിഗരറ്റോ മദ്യമോ എന്തെങ്കിലും ലഹരി വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ബക്കറ്റിൽ കൊണ്ടിടാൻ പറയും. ആദ്യകാലത്ത് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേരൊക്കെ കൊണ്ടുവന്ന് അതിലിട്ടു. ആ ബക്കറ്റ് കൊണ്ടുവന്ന് പിന്നിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത്രയുള്ള വിഷയം, അതിന് കുഴപ്പമില്ല, പരിഹരിക്കാൻ നമുക്കെന്ന് പറഞ്ഞു. എന്നെ ബ്രദർ കൊണ്ടുവന്ന് സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് തിരിഞ്ഞ് നിന്നിട്ട് ബ്രദർ ആളുകളോട് പറഞ്ഞു, ബേബിക്ക് ബീഡി വലിക്കാണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയണേ, ബേബിക്ക് വേണ്ടി നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈ നീട്ടിപ്പിടിച്ച് ബേബിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരെല്ലാവരും പ്രാർത്ഥന തുടങ്ങി. ബ്രദർ എൻ്റെ തലയിൽ കൈ വെച്ചു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരല്പനേരം അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു വലിയ ശക്തി ഇറങ്ങിപ്പോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടാകാൻ തുടങ്ങി. ഞാൻ കണ്ണിൽ നിന്ന് കണ്ണുനീര് കുടുകുട ചാടാൻ തുടങ്ങി. ഞാൻ കുഴഞ്ഞ് ഇപ്പം തന്നെ വീഴോ എന്നെനിക്കൊരു തോന്നൽ. ഞാൻ അങ്ങനെ ബ്രദർ എന്നെ വട്ടം കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് പിടിച്ചു. എന്നോട് പറഞ്ഞു, പോയി പള്ളിയിൽ പോയിട്ട് കമഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്ക് ബേബി എന്ന് പറഞ്ഞു. ഞാൻ പോയി കിടന്ന് പ്രാർത്ഥിച്ചു. അന്നു മുതൽ ഇന്നേ വരെ 26 വർഷം കഴിഞ്ഞു. മദ്യത്തിൻ്റെയോ പുകവലിയുടെയോ ഒരു ടേസ്റ്റ് പോലും കർത്താവ് എൻ്റെ വായിൽ നിക്ഷേപിക്കാതെ എടുത്തു മാറ്റിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. കർത്താവ് വലിയവനാണ്. കർത്താവ് അന്ന് എന്നെ സ്പർശിച്ചു, എന്നെ തൊട്ടു. എന്നോട് പറഞ്ഞു, അന്ന് പറഞ്ഞു, പള്ളിയിൽ പോയി കമഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ അവിടെ കിടന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ബേബിയെ നല്ലൊരു കുമ്പസാരം നടത്തണം, പോയി നല്ലൊരു കുമ്പസാരം നടത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അച്ഛനെ എനിക്കായിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ ജീവിതത്തിൽ വന്ന ഇന്നേ വരെ നടന്ന സകല സംഭവങ്ങളും 2 മണിക്കൂർ നേരമെടുത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു കുമ്പസാരിച്ചു. എൻ്റെ ഹൃദയം വലിയ സന്തോഷം കൊണ്ട് തുടിക്കാൻ തുടങ്ങി. ഞാൻ വലിയ ഒരു സമാധാനത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ എല്ലാ വിഷമതകളും മാറിപ്പോയ പോലെ എനിക്കൊരു അനുഭവമുണ്ടായി. അത് കഴിഞ്ഞു. ആ ധ്യാനത്തിൻ്റെ അവസാന നിമിഷം ആവുന്നതിന് മുമ്പ് ബ്രദർ ലോറൻസ് എന്നെ വിളിച്ചു. ഒരു കൗൺസിലിംഗ് തരണമെന്ന് പറഞ്ഞു. ആ കൗൺസിലിങ്ങിലേക്ക് ഞാൻ കടന്നു ചെന്നു. സഹോദരൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കൗൺസിലിംഗ് ഒക്കെ നടത്തി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പല കാര്യങ്ങളും ബ്രദർ എന്നോട് എടുത്ത് ചോദിച്ചു. ഞാൻ അതിനൊക്കെ യെസ് മൂളി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് എന്നോട് ബ്രദർ പറഞ്ഞു, സഹോദരനെ കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവിൻ്റെ കഴുതയായിട്ട് സഹോദരനെ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലേക്ക് കർത്താവ് അയക്കുന്നു. ഞാൻ ഞെട്ടി. ഇനി ഒരിക്കലും മാർക്കറ്റിൻ്റെ പടി കാണാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചാണ്. കാരണം 4,70,000 രൂപയും കൊണ്ടല്ലാണ്ട് ഇനി മാർക്കറ്റിലേക്ക് കടന്നാൽ എനിക്ക് കാലില്ലാണ്ട് നടക്കണമെന്ന് ആഗ്രഹമില്ല ബ്രദറെ. എനിക്ക് കാല് വേണം, കൈയും കാലൊക്കെ വേണം. അതുകൊണ്ട് ഞാൻ ഇനി മാർക്കറ്റിലേക്ക് പോകില്ല, ഞാൻ ബ്രദറോട് പറഞ്ഞു. ആ സമയത്താണ് കർത്താവാണ് ഇങ്ങനെ പറയുന്നത്, ബ്രദറെ മാർക്കറ്റിന് ആവശ്യമുണ്ട്, തൃശ്ശൂരിന് ആവശ്യമുണ്ട്, ബ്രദറ് പോകണം. എന്നിട്ട് ബ്രദറ് വചനമെടുക്കാം എന്ന് പറഞ്ഞ് ഒരു വചനമെടുത്തു. ആ വചനപ്രകാരമാണ് ഏശയുടെ പ്രവചനം 61-ാം അധ്യായം 1-2 തിരുവചനം.
ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിനും അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിൻ്റെ കൃപാവത്സരം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് ആശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. ഇതാണ് മെസ്സേജ്. നീ പോകണം, നീ പോയേ പറ്റൂ. നീ അവിടെയല്ലാതെ വേറെ എവിടെ പോയാലും യോനയെ പോലെയാകും. അതുകൊണ്ട് നീ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലേക്ക് തിരിച്ചു പോകണം. ഞാൻ ഒരു വിറയിലൂടെയാണെങ്കിലും അത് സ്വീകരിച്ചു. കാരണം എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ അതുപോലെയായിരുന്നു. എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ എന്നിൽ നിന്നും വന്നുപോയ എല്ലാ പാപകരമായ അവസ്ഥകളും ലോറൻസ് എടുത്ത് ഓരോന്നായിട്ട് ചോദിക്കുക. നീ ഇന്നത് ചെയ്തില്ലേ, നീ ഇന്നത് ചെയ്തില്ലേ, നീ ഇന്നത് ചെയ്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്കതിനൊക്കെ മറുപടി പറയാൻ പറ്റാതെയായി. ഞാൻ വിശ്വസിച്ചു ഇത് കർത്താവിൻ്റെ സന്ദേശമാണെന്ന്. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ എന്നെ കൊണ്ട് വിശ്വസിപ്പിച്ചു. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ പോയി തിങ്കളാഴ്ച രാവിലെ ഞാൻ മാർക്കറ്റിൻ്റെ പടിക്ക് കിടന്നു. മാർക്കറ്റിലേക്ക് കടന്നു ചെന്നപ്പോൾ മാർക്കറ്റിൻ്റെ പടിക്ക് എത്തിയപ്പോൾ തന്നെ ഞാൻ കൊടുക്കാനുള്ള ആൾക്കാർക്ക് മണം കിട്ടിയെന്ന് തോന്നണേ. ബേബി വരുന്നുണ്ട് എന്നുള്ള മണം കിട്ടി. അവരെ പീടികയിൽ കാലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ പുറത്തേക്ക് എടുത്ത് ഒരൊറ്റ വെപ്പ് വെച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ചെല്ലുമ്പോൾ പീടികയിലെത്തുമ്പോൾ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്തുതിച്ച് നിൽക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കർത്താവിനറിയാം, കർത്താവ് പ്രവർത്തിച്ചോളും. നീ വേറെ ഒന്നും ചെയ്യരുത്, കണ്ണുകൾ അടയ്ക്കുക, സ്തുതിക്കുക. അവരെന്തൊക്കെ വേണമെങ്കിൽ പറഞ്ഞോട്ടെ, കർത്താവ് അവർക്കുള്ള മറുപടി കൊടുത്തോളും. ഞാനിത് കേട്ടു. ഞാൻ അവിടെ ചെന്ന് എന്നെ എടുത്ത് പുറത്തേക്ക് വെച്ച നിമിഷത്തിൽ ഞാൻ കണ്ണടച്ചു. അന്ന് ആകെ കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ് യേശുവേ നന്ദി, യേശുവേ സ്തുതി. വേറെ ഒന്നും നമുക്ക് കിട്ടില്ല. കർത്താവിനെ സ്തുതിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സ്തുതിക്കാൻ തുടങ്ങി. ഞാൻ കണ്ണുകളെ അടച്ച് സ്തുതിക്കാൻ തുടങ്ങി. ഇവർ 4 പേര് എൻ്റെ വട്ടം നിന്നു. നീ എന്ത് പിറുപിറുക്കണേ, നീ എന്താ കണ്ടാക്കണേ, ഞങ്ങളുടെ കാശുകാരൻ കണ്ടുണ്ടോ? പിന്നെ ആ ഭാഷകളൊക്കെ മാറി അവരെന്തൊക്കെയോ പറഞ്ഞു. ഞാൻ മിണ്ടാതെ നിന്ന് സ്തുതിച്ചു കൊണ്ട് നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കി. സൗണ്ടൊന്നും കേൾക്കാണ്ടായപ്പോൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആരും തന്നെ എൻ്റെ അടുത്തില്ല. എല്ലാവരും പോയി. നീ പിന്നെ തന്നോളോ, എപ്പോഴാണ് തരാൻ പറ്റുക, വേഗം തരാൻ നോക്കിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ മാറിപ്പോയി. ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് സന്തോഷിക്കാൻ തുടങ്ങി. കർത്താവ് എന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അപ്പോൾ എനിക്ക് ബോധ്യമായി. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് സ്തുതിച്ച് ഞാൻ എൻ്റെ പീടികയിലേക്ക് കയറി. പീടികയിൽ കയറിയപ്പോഴാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ പാർട്ട്ണർ എന്നോട് പറയുന്നത്, ബേബി ചേട്ടാ, ഈ പീടികയിലെ കടബാധ്യതയൊക്കെ ഞാൻ തീർത്തു. ഈ പീടികയിലെ കടബാധ്യതയൊക്കെ ഞാൻ തീർത്തു. ഞാനിപ്പോൾ ഈ കട സ്വന്തമായിട്ട് നടത്താമെന്ന് വിചാരിക്കുകയാണ്. ബേബേട്ടൻ വീട്ടിലേക്ക് പൊക്കോ. അപ്പോൾ ഞാൻ കണ്ണുകളെ അടച്ചു. ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് ഈ പീടികയിൽ കയറാനായിട്ട് കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ കർത്താവ് എന്നോട് പറയാൻ പറഞ്ഞു, ഞാനിവിടെ ഒരു ശമ്പളക്കാരനായിട്ട് നിൽക്കട്ടെ, ഞാൻ ഈ പീടികയിൽ ഒരു ശമ്പളക്കാരനായിട്ട് നിന്നോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ശമ്പളക്കാരനായിട്ട് നിന്നോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ പീടികയിൽ ഒരു ശമ്പളക്കാരനായിട്ട് തുടർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് മുതലേ ആ പീടികയിൽ ശമ്പളക്കാരനായിട്ട് നിലനിൽക്കുകയാണ്. അങ്ങനെ നിന്നുകൊണ്ട് ഞാൻ പീടികയിൽ പോകും. 1000 രൂപ അദ്ദേഹം ആഴ്ചയിൽ എനിക്ക് തരും. 1000 രൂപ ആഴ്ചയിൽ എനിക്ക് കിട്ടിയാൽ 70,000 രൂപയുടെ പലിശ ഒരു ദിവസം 350 രൂപ കൊടുക്കണം. 350 രൂപ ഡെയിലി പലിശ കൊടുക്കാനും കുടുംബത്തെ ചെലവിനും എനിക്ക് പൈസയില്ല. ഞാൻ വീട്ടിൽ ഈ 1000 രൂപ അവർ മേടിക്കും വന്നിട്ട്. ബാക്കിയുള്ള നീ പിന്നെ തായോ എന്ന് പറയും ചെയ്യും. എനിക്ക് വീട്ടു ചെലവ് നടത്താൻ പൈസ ഇല്ലാതായി. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു, ഞാൻ എന്തു ചെയ്യും? ഞാൻ ദിവസേന 7 കിലോമീറ്റർ ദിവസേന നടന്നു പോയിട്ട് പീടികയിൽ നിന്ന് നടക്കും. 7 കിലോമീറ്റർ നടന്ന് വീട്ടിൽ പോകും. അവിടുന്ന് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് നടക്കും. കർത്താവേ, ഇങ്ങനെ പോയാൽ എന്താ തരം? ഞാൻ എന്തു ചെയ്യും? കർത്താവ് പറഞ്ഞു, മാർക്കറ്റിൽ വന്നപ്പോൾ പറഞ്ഞു, നിൻ്റെ മുമ്പിൽ എത്രയോ രൂപ ഈ പീടികകളിൽ നിന്ന് നിനക്ക് പച്ചക്കറി കടമായിട്ട് കിട്ടും. നീ ഒരു ചാക്ക് പച്ചക്കറി എടുത്ത് നിൻ്റെ പീടികയിൽ വയ്ക്ക്, ആൾക്കാർ ചോദിച്ചോളും, നീ കൊടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പീടികയിൽ ഒരു ചാക്ക് കായ്പക്കായ എടുത്ത് വെച്ചു.
ആ കയ്പക്കായ കുറച്ച് വിറ്റു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, നീ അത് വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാനത് വീട്ടിൽ കൊണ്ടുപോയി വീടിൻ്റെ മുമ്പിൽ കൊട്ടിയിടാൻ പറഞ്ഞു. കൊട്ടിയിട്ടു. ത്രാസോ കട്ടിയോ ഒന്നുമില്ല. കൊട്ടിയിട്ടപ്പോഴാണ് ആളുകൾ, വഴിയേക്ക് പോണ ആളുകൾ ചോദിച്ചു, ബേബിയെ കയ്പയ്ക്ക വിൽക്കാനുള്ളതാണോ? അതെ, കയ്പയ്ക്ക വിൽക്കാനുള്ളതാണ്. എന്താ വില? 10 രൂപ കിലോ. അവർ സഞ്ചിയായിട്ട് വന്നു. അവർക്ക് എടുത്തിട്ട് കൊടുക്കാൻ തുടങ്ങി. കൈ കൊണ്ട് എടുത്തിട്ടു കണക്കാക്കിയിട്ട്. പിറ്റത്തെ ദിവസം വന്നപ്പോൾ ഒരു ചാക്ക് പയറും കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന് കൊട്ടിയിട്ടു. പയർ കൊട്ടിയിട്ട് അത് വന്നു. വൈകുന്നേരം മുമ്പിലേക്കും അത് വിറ്റ് തീർന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ പച്ചക്കറി കൊണ്ടുവന്നിട്. അങ്ങനെ ഒരു പച്ചക്കറി കട എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഉയർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് നമ്മുടെ സാമ്പത്തിക മേഖലയെ അനുഗ്രഹിക്കാൻ പല വഴികളുണ്ട്. കർത്താവ് നമ്മുടെ ആ വഴികളിലൂടെ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. ഈ കാലഘട്ടത്തിൽ കർത്താവ് എന്നോട് പറഞ്ഞു, നീ രക്ഷ പ്രാപിച്ചതുപോലെ, നിന്നെ രക്ഷിച്ചതുപോലെ അനേകർ ഈ മാർക്കറ്റിൽ നട്ടം തിരിയുന്നുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും ആസക്തികൾക്കും ദുരാശകൾക്കും തഴക്കദോഷങ്ങൾക്കും അടിമപ്പെട്ട് ഈ മാർക്കറ്റിൽ കഴിയുന്ന ഓരോരുത്തരെയും രക്ഷയിലേക്ക് ആനയിക്കാനാണ് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. നിന്നെ വെറുതെ ഇവിടെ പച്ചക്കറി കച്ചവടം ചെയ്തിരിക്കാനല്ല ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്, ഈ മാർക്കറ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിൻ്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞു. ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. എന്നെപ്പോലെ മദ്യപിക്കുന്നവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി. അവരോട് പറഞ്ഞു, എന്നെ രക്ഷിച്ച ദൈവം നിന്നെയും രക്ഷിക്കും. നോക്കൂ, എനിക്ക് എത്ര ബാധ്യതയുണ്ടായിരുന്നു, എത്ര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ കടന്നുപോയത്. എനിക്ക് മദ്യപിക്കാതെ ഇരിക്കാൻ പറ്റാത്ത വ്യക്തിയായിരുന്നു, പുകവലിക്കാതെ ഇരിക്കാൻ പറ്റാത്ത വ്യക്തിയായിരുന്നു. അതൊക്കെ എന്നിൽ നിന്നും വിട്ടുപോയി. അതെല്ലാം വിടിയിപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഞാൻ നിങ്ങളെ ആ സ്ഥലം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവരെ ഓരോരുത്തരെയായിട്ട് ധ്യാനത്തിന് പറഞ്ഞയക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധ്യാനം കഴിഞ്ഞ് വന്ന അന്ന് രാത്രി ഒരു സീനുണ്ടായിരുന്നു. ധ്യാനം കഴിഞ്ഞ് വന്ന അന്ന് രാത്രി ഞാൻ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് അവളോട് ഞാൻ പറഞ്ഞു, നിനക്കെതിരായും ദൈവത്തിനെതിരായും പാപം ചെയ്തവനാ ഞാൻ, നീ എന്നോട് ക്ഷമിച്ചോളോ, നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ആ കാൽക്ക കെട്ടിപ്പിടിച്ചപ്പോൾ ഭാര്യ 2 കരവും ചേർത്ത് പിടിച്ച് എന്നെ ഉയർത്തിയിട്ട് പറഞ്ഞു, പോട്ടെ ചേട്ടാ, ഇതൊക്കെ പൊക്കോട്ടെ, ഇനിയും നമുക്കുണ്ടാക്കാം. ചേട്ടൻ കുടിക്കാതിരുന്നാൽ മതി. ഞാൻ അവളുടെ തലയിൽ കൈവച്ച് പറഞ്ഞു, ഇനി ഞാൻ കുടിക്കില്ല മോളെ, ഇനി കുടിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ജീവിതം ആരംഭിച്ചു. ആ കാലഘട്ടങ്ങളിൽ ഞാൻ മാർക്കറ്റിൽ നോക്കിയപ്പോൾ അനവധി മക്കൾ മദ്യത്തിൻ്റെ പിടിയിലാണ്. അവർ വരുന്നത് തന്നെ മദ്യം കഴിക്കാനാ. എന്നെപ്പോലെ മദ്യം കഴിക്കാൻ വേണ്ടി വരുന്നു. അവർ കച്ചവടം ചെയ്യണത് മുഴുവൻ മദ്യപിക്കുന്നതിന് വേണ്ടി. ഇവിടെ പറയുന്നു, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 11-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു, ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മദിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ ഉറങ്ങാതിരിക്കുന്നതും പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നതും മദ്യപിക്കാൻ വേണ്ടി മാത്രമാണെന്ന് ഞാൻ കണ്ടു. അങ്ങനെയുള്ളവരുടെ വീടുകളിലേക്ക് പോയി ഭാര്യയെയും അവനെയും വിളിച്ച് ഇരുത്തി സംസാരിച്ച് അവനെ ഒരു ധ്യാനത്തിന് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഓരോരുത്തരെയായിട്ട് തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലെ ധ്യാനത്തിന് വിടാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഓരോ മനുഷ്യരും പോകും, ഓരോരുത്തരും ധ്യാനം കൂടും. 10 ദിവസം 5 ദിവസം കഴിയുമ്പോൾ വീണ്ടും അവർ പണ്ടത്തെ അവസ്ഥയിലേക്ക് വരുന്നു. ഈ കാലഘട്ടത്തിലാണ് മഞ്ഞുമ്മൽ ജാഗരണ പ്രാർത്ഥന തുടങ്ങി. ജാഗരണ പ്രാർത്ഥനയുണ്ടെന്ന് അറിഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് അവിടേക്ക് ഓടി. അവിടെ ജാഗരണ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ അനവധി മക്കൾ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്നു. ഞാൻ എന്തു ചെയ്തു, തൃശ്ശൂർ മാർക്കറ്റിൽ വന്ന് വണ്ടി വിളിച്ചിട്ടിട്ട് ആളുകളെ മുഴുവൻ കയറ്റി മാർക്കറ്റിൽ നിന്ന് ജാഗരണ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. എല്ലാ മാസവും ഇതുപോലെ 31-ാം തീയതി 30-ാം തീയതി മാസത്തിൻ്റെ അവസാന ദിവസം അവിടേക്ക് ജാഗരണ പ്രാർത്ഥനയ്ക്ക് ആളുകളെ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ അവിടേക്ക് ആളുകൾ പോയിക്കൊണ്ടിരുന്നു.
ഈ സമയങ്ങളിൽ എൻ്റെ മനസ്സിലൊരു ചിന്ത ഇതായിരുന്നു, എന്തുകൊണ്ടാണ് ഈ മനുഷ്യരെ ധ്യാനം കൂടിക്കഴിഞ്ഞ് 10 ദിവസവും 15 ദിവസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും മദ്യത്തിന് അടിമയാകുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിലെ മഞ്ഞുമൽ ഞങ്ങൾ അവിടുത്തെ ലീഡേഴ്സും അതുപോലെ തന്നെ തൃശ്ശൂരുള്ള വടക്കൻ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ആൻ്റണി കണ്ടംകുളത്തി എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. അവരൊക്കെ കൂടി വട്ടമിട്ട് ഇങ്ങനെ അവിടെ കുത്തിയിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ആശയം ആ സമൂഹത്തിൽ വെച്ചു, ആ ഗ്രൂപ്പിൽ വെച്ചു. എന്തുകൊണ്ടാണ് ഞാൻ ധ്യാനത്തിന് വിടുന്ന പലരും ധ്യാനത്തിൽ 10 ദിവസം കഴിയുമ്പോൾ 5 ദിവസം കഴിയുമ്പോഴൊക്കെ മദ്യത്തിന് വീണ്ടും അടിമപ്പെടുന്നു? കാരണം എന്താ? ഒന്ന് പ്രാർത്ഥിക്കാം നമുക്കെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് വടക്കൻ ഫ്രാൻസിസ് ചേട്ടൻ എന്നോട് പറയുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിലൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിച്ചുകൂടാ? കർത്താവ് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ മാർക്കറ്റിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിക്കാൻ. ഞാനത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. കാരണം തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലെ സകല വിധത്തിലുള്ള ആളുകളും വരുന്ന സ്ഥലം. ചന്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സകല എല്ലാ യൂണിയൻകാരും അതുപോലെ അങ്ങനെയുള്ള എല്ലാവരും ഉള്ള സ്ഥലമാണ് തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റ്. ആ മാർക്കറ്റിലൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ വളരെ അസാധ്യമായ കാര്യം. എന്നാൽ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലെ ഒരു ദിവസം ഒരു ധ്യാനത്തിന് പോയ 3-4 പേരെ വിളിച്ചു കൂട്ടി. അങ്ങനെ 6 പേര് കൂടിയിട്ട് ഒരു മരത്തിൻ്റെ ചോട്ടിൽ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലെ ഇറച്ചി മാർക്കറ്റിൻ്റെയും മീൻ മാർക്കറ്റിൻ്റെയും പച്ചക്കറി മാർക്കറ്റിൻ്റെയും നടുക്ക് ഒരു സൈഡിലായിട്ട് ഒരു ആഞ്ഞലി മരമുണ്ട്. ആ ആഞ്ഞലി മരത്തിൻ്റെ ചോട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നു. അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഓരോരുത്തരുടെയും വീട്ടിലെ വിശേഷങ്ങളും അങ്ങനെയൊക്കെ പങ്കുവെച്ചു. അല്പനേരം ഇരുന്നു. ഞങ്ങളൊക്കെ അവിടെ നിന്ന് പിരിഞ്ഞു. പിറ്റേ ദിവസവും ഇതുപോലെ അവരെ വിളിച്ചു. അവർ വന്നു. അങ്ങനെ ഇരുന്നു, കുറച്ചു നേരം പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നു. അതിലേക്ക് കർത്താവ് അനുദിനം ഓരോരുത്തരെയായിട്ട് കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ തെറി പറയുന്നവരെയും കച്ചവടക്കാരെയും വടിവാളും കടാരിയുമൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളെയൊക്കെ കർത്താവ് ഈ കൂട്ടായ്മയിലേക്ക് കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ ഒരു പ്രാർത്ഥനാ സമൂഹത്തിന് ഞങ്ങളൊരു പേര് കൊടുത്തു. യേശുവിനെ കണ്ടുമുട്ടിയവർ, മീറ്റ് ജീസസ് പ്രയർ ടീം എന്ന് പറഞ്ഞ് ഒരു പേര് കൊടുത്ത് ആ ഗ്രൂപ്പ് അനുദിനം വളരാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നു മുതൽ യേശു ഏക രക്ഷകൻ എന്ന് തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ മുഴങ്ങാൻ തുടങ്ങി. സ്തുതിപ്പുകൾ ഉയരാൻ തുടങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് സ്തുതിപ്പുകൾ ഉയർത്തുമ്പോൾ അതിലെ പോകുന്നവർ വിളിച്ചു പറഞ്ഞു, വട്ടന്മാരെ, കിഴങ്ങന്മാരെ, ഒന്നിനും കൊള്ളരുതാത്തവരെ എന്നൊക്കെ ഞങ്ങളെ നോക്കി വിളിച്ചു പറഞ്ഞു. പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പെങ്ങള് അരനാട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറേ സഹോദരിമാരെയായിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് വളരാൻ തുടങ്ങി. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് വളരാൻ തുടങ്ങിയപ്പോൾ ഇരിക്കാൻ സ്ഥലമില്ല. കോർപ്പറേഷൻ്റെ സ്ഥലത്ത് ഈ മുറ്റത്ത് അപ്പുറത്ത് അഴുക്ക് ചാല് പോകുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് കുറേ ചാക്കൊക്കെ കൊണ്ട് പീടിയെന്ന് ചാക്കൊക്കെ കൊണ്ടൊന്ന് വിരിച്ച് അതിലാണ് ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് മുകളിലേക്ക് നോക്കി വാ തുറന്ന് സ്തുതിക്കാൻ പറ്റില്ല. കാരണം മുകളിൽ ഈ മരത്തിൻ്റെ ചില്ലയിൽ മുഴുവൻ കാക്ക കൂട് കൂട്ടിയിട്ടുണ്ട്. കാക്കകൾ കൂട് കൂട്ടിയിട്ട് അവർ അപ്പുറത്ത് നിന്ന് മീൻ മാർക്കറ്റിൽ നിന്നും കൊത്തിക്കൊണ്ടുവരുന്ന ചാളയുടെയും അയിലയുടെയും ഒക്കെ കുടലും ഇതൊക്കെ അവിടെ മോളിൽ ചെല്ലുമ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ അവരത് വാ തുറക്കുമ്പോൾ എന്തുണ്ടാവും? കാക്ക വാ തുറക്കുമ്പോൾ കാക്കയുടെ കയ്യിലുള്ളതൊക്കെ എവിടേക്ക് വരും? താഴ്ത്തേക്ക് വരും. അതൊക്കെ ഞങ്ങളുടെ വായയിലും തലയിലും ഒക്കെ വീണു. ഇത് കണ്ടപ്പോൾ ഇത് ശരിയാവില്ല എന്ന് കണ്ടു. ആളുകൾ വരാണ്ടായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു പ്ലാസ്റ്റിക് കയറ് മേടിച്ച് മരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി കെട്ടി. മരത്തിൻ്റെ മുകളിൽ കൊണ്ട് കെട്ടിയിട്ട് ആ ചോട്ടിലേക്ക് കയറ് താഴ്ത്തിക്കിട്ടു. എന്നിട്ട് എല്ലാവരും ഇരുന്ന് സ്തുതിക്കുന്ന സമയത്ത് ഈ കയറും കൈ പിടിച്ചിട്ട് യേശുവേ നന്ദി, യേശുവേ നന്ദി എന്ന് പറഞ്ഞ് ഞങ്ങൾ വലിക്കും. കാരണം ചില്ലകൾ അനങ്ങുമ്പോൾ കാക്ക വരില്ല. അങ്ങനെ തുടങ്ങിയ പ്രാർത്ഥനാ ഗ്രൂപ്പ്. ഹല്ലേലൂയ.
ഇന്ന് ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് വളർന്നു. 22 വലിയ കൺവെൻഷനുകൾ നടത്താനായിട്ട് കർത്താവ് കൃപ നൽകി. ഇന്ന് ആ പ്രാർത്ഥനാ സമൂഹത്തിലെ 48 കൺവീനേഴ്സ്, 400ഓളം പ്രേക്ഷിതരെ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് തൃശ്ശൂർ അതിരൂപതയോട് ചേർന്ന്, പിതാക്കന്മാരോട് ചേർന്ന്, ഞങ്ങളുടെ ഷാജനച്ചനോട് ചേർന്ന് ഗ്രൂപ്പ് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ശക്തമായിട്ട് ആ ഗ്രൂപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഗ്രൂപ്പിനെ സംബന്ധിച്ച് വലിയ ഞങ്ങൾക്ക് പ്രാർത്ഥന മാത്രം പോരാ എന്നുള്ളൊരു തീരുമാനമെടുത്തു. ആദ്യത്തെ കൊല്ലം തന്നെ, ആദ്യത്തെ വർഷമായപ്പോൾ ഒരു കൺവെൻഷൻ നടത്തണമെന്നൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായി. ഞങ്ങൾ വേഗം തന്നെ മഞ്ഞുമ്മിൽ ചെന്ന്, മഞ്ഞുമ്മിൽ ആൻ്റണി അച്ഛനെ കണ്ടു, മുണ്ടഞ്ചേരി അച്ഛനെ കണ്ടു. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് ആൻ്റണി അച്ഛൻ കൺവെൻഷനേറ്റ് ഇവിടെ വന്ന് തൃശ്ശൂർ വന്നപ്പോഴാണ് ഈ തൃശ്ശൂർ കൺവെൻഷൻ നടത്തണമെങ്കിൽ ചില അധികാരികളുടെ പത്രമൊക്കെ വേണം, അധികാരപത്രങ്ങളൊക്കെ വേണം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ ഡയറക്ടർ ഷാജൻ തേർമടമാണെന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഷാജൻ തേർമട അച്ഛനെ അന്വേഷിച്ച് നടന്നപ്പോൾ അച്ഛൻ സുഖമില്ലാതെ ആസ്പത്രിയിലാണ്. ഞങ്ങൾ അവിടെ ചെന്നു. അച്ഛനോട് ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞു. അച്ഛാ, ഞങ്ങൾക്കൊന്നും അറിയില്ല, അച്ഛൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളിങ്ങനെ ഒരു കൺവെൻഷനൊക്കെ ഏൽപ്പിച്ചു, അച്ഛൻ ഞങ്ങളെ സഹായിക്കണം. അച്ഛൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് നടത്തിക്കോ, എന്നെ ചെയ്യാവുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം. അച്ഛൻ അന്നു മുതലേ അച്ഛനെ ഞങ്ങളുടെ ആത്മീയ പിതാവായിട്ട് ഞങ്ങളെടുത്തു. അന്നും ഇന്നും അച്ഛൻ തന്നെയാണ് ഞങ്ങളുടെ ആത്മീയ പിതാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പിതാക്കന്മാരും ഞങ്ങളോട് വളരെ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. എവിടെ വെച്ച് കണ്ടാലും പിതാക്കന്മാർ ഒരേ ഒരു കാര്യമാണ് ഞങ്ങളോട് ചോദിക്കുക, എങ്ങനെയുണ്ട് മക്കളെ, എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കും. തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി മാറിയപ്പോൾ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൻ്റെ മുഖച്ഛായ കർത്താവ് എടുത്തു മാറ്റി. ഇന്ന് തെറി പറയുന്നവരില്ല തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ. ഇന്ന് ജപമാല ചൊല്ലി നടക്കുന്നവരെയാണ് മാർക്കറ്റിൽ കാണുക. ഒരു ചാക്ക് തലയിൽ, ഒരു കയ്യിൽ ജപമാലയുമായിട്ട് ഓടി നടക്കുന്നവരെ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ കാണാം. ഇന്ന് പല പീടികകളിലും ഇന്ന് സൗണ്ട് സിസ്റ്റം വെച്ച് വചനങ്ങൾ കൊടുക്കുന്നു, പാട്ട് വയ്ക്കുന്നു. മാർക്കറ്റിൽ നേരം വെളുത്തു കഴിഞ്ഞാൽ പ്രഭാതത്തിലെ ഗാനങ്ങൾ ഒഴുകി നടക്കുന്നു. ഓരോരുത്തരും കാണുമ്പോൾ പ്രൈസലോട് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ ഇന്ന് ആ അവസ്ഥയിലേക്ക് എത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യത്തെ കൺവെൻഷൻ അങ്ങനെ വളരെ മനോഹരമായിട്ട് നടന്നു. ആദ്യ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ 50,000 രൂപ ബാക്കി വന്നു. ഈ 50,000 രൂപ ബാക്കി വന്നപ്പോൾ ഇതെന്ത് ചെയ്യണം എന്ന് ഞങ്ങൾ ചിന്തിച്ചു. എല്ലാവരും കടബാധ്യതയുള്ളവരാ. ഈ പൈസ ആര് കയ്യിൽ വെച്ചാലും അവൻ്റെ കടം തീർക്കും. അപ്പോൾ ഇത് ആരുടെ കയ്യിലും വെക്കേണ്ട എന്നുള്ളൊരു തീരുമാനം ഞങ്ങളെടുത്തു. അന്ന് എടുത്ത ഒരു തീരുമാനമാണ് ഞങ്ങൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കണ്ട് ഒരു കുട്ടിയുടെ വിവാഹം ചെയ്തു കൊടുക്കാം. അങ്ങനെ അന്ന് 5 പവനും 5 ജോഡി ഡ്രസ്സും 50 ആളുടെ പാർട്ടിയും ഒരു അലമാരിയും, അങ്ങനെ 50,000 രൂപ കൊണ്ട് ഒരു കുട്ടിയുടെ കല്യാണം നടത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിറ്റത്തെ കൊല്ലമായപ്പോൾ ഞങ്ങൾ വീണ്ടും ഇറങ്ങി എല്ലാവരുടെ അടുത്തും കൈനീട്ടി ചോദിച്ച് അടുത്ത വർഷം കൺവെൻഷൻ നടത്തി. ആ വർഷം ഞങ്ങൾക്ക് 50,000 രൂപ നഷ്ടം വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ 50,000 രൂപ നഷ്ടം വന്നപ്പോൾ അന്ന് മനസ്സിൽ വിചാരിച്ചു നമുക്കൊരു ഇനി പിരിവെടുക്കുന്നതോടുകൂടി നമുക്ക് പബ്ലിസിറ്റിയൊക്കെ മേടിച്ച് പരസ്യമൊക്കെ മേടിച്ചിട്ട് നടത്താം, അപ്പോൾ വല്ലാണ്ട് കുഴപ്പമില്ലാണ്ട് പൊക്കോളും. അങ്ങനെ തീരുമാനമെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊളത്തുവായിൽ ധ്യാനത്തിന് വന്നത്. ഞങ്ങൾ കൊളത്തുവായിൽ ധ്യാനത്തിൽ വെച്ച് ബെന്നിസാറെ കണ്ട് ഇങ്ങനെ ഞങ്ങൾ ഈ പ്രാർത്ഥനയുടെയും ഇതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചപ്പോൾ ബെന്നിസാറ് 96 എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ പരസ്യം വെച്ചിട്ട് ദൈവവചനം കൊടുക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്യമില്ലാതെ ദൈവവചനം നമുക്ക് കൺവെൻഷൻ നടത്താൻ സാധിക്കണം. അതിനെ നിങ്ങൾ പ്രാർത്ഥിക്കേ നടക്കും, പരസ്യമില്ലാതെ നടത്തണം
എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ അവിടെ ഒരു തീരുമാനമെടുത്തു, ഒരാളുടെ പരസ്യം വെച്ച് ദൈവവചനം ഇനി കൺവെൻഷൻ നടത്തുകയില്ല എന്ന് തീരുമാനമെടുത്തു. അന്നു മുതൽ ഇന്ന് വരെ ഒരാളുടെ പരസ്യവുമില്ലാതെ കൺവെൻഷൻ 22 കൺവെൻഷനുകളും അതിമനോഹരമായിട്ട് നടത്താൻ പറ്റി. ഓരോ വർഷവും ഒറ്റ പൈസ പോലും കയ്യിലില്ലാതെയാണ് കൺവെൻഷൻ ഇറങ്ങുക. കൺവെൻഷൻ്റെ ആദ്യത്തെ റെസീറ്റ് അടിക്കുന്നത് തന്നെ കടാണ്. അവിടെ ഒരു ശാന്തി ഭവൻ ഉള്ളതുകൊണ്ട് ഒരു മഠമുണ്ട്, മഠത്തിലാണ് പ്രസ്, ആ പ്രസ്സിലാണ് ഞങ്ങളുടെ പ്രിൻറ്റിംഗ് ഒക്കെ നടക്കുക. അവിടെ ഞങ്ങൾ കടം അവരടിച്ചു തരും. ആ റെസീറ്റുമായിട്ട് തൃശ്ശൂർ പട്ടണത്തിലെ ഓരോ വീടാന്തരം കയറിയിറങ്ങി ഓരോ കടകളിലും കയറിയിറങ്ങി സമ്പത്ത് കണ്ടെത്തും. അതിൻ്റെ ബാക്കി വരുന്ന സമ്പത്ത് അതാത് കൊല്ലം തന്നെ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കാനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കും. ഇതുവരെ 164 പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കാനായിട്ട് ദൈവശബ്ദം ടീമിന് സാധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൺവെൻഷനുകളിലൂടെ കിട്ടുന്ന സമ്പത്ത്, അതുകൂടാതെ മറ്റു പലരെയും കണ്ട് ഒരു കുട്ടിക്കുള്ള ഒരു സംഭാവന ആരെങ്കിലും തരുമോ എന്ന് മുതലാളിമാരെയൊക്കെ കാണുമ്പോൾ ചോദിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ തന്ന് സഹായിക്കും. അങ്ങനെ 164 പാവപ്പെട്ട പെൺകുട്ടികളെ ഇതിനടക്കം കല്യാണം കഴിച്ചു വിട്ടു. ഇനി ഇതാ ഇപ്പോൾ ഒരു 10 കുട്ടിയുടെ കല്യാണം ഈ മെയ് മാസത്തിൽ ഈ അവസാനത്തെ ഞായറാഴ്ച നടത്താനായിട്ട് പോവുകയാണ്. ഈ കഴിഞ്ഞ കൺവെൻഷൻ്റെ ബാക്കിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. തൃശ്ശൂർ ശക്തി നമ്പര മാർക്കറ്റിലെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് വേറെ പല ശുശ്രൂഷകളിലേക്ക് കടന്നു, പല ശുശ്രൂഷകളിലേക്ക്. ഈ 96 കാലഘട്ടത്തിൽ തന്നെ പിന്നത്തെ ഒരു വിഷയം ഉണ്ടായതാണ്. കുറ്റിക്കിലച്ചൻ ചെന്നായിപ്പാറ എന്ന ആശ്രമം തുടങ്ങി. ചെന്നായിപ്പാറ ആശ്രമം തുടങ്ങിയപ്പോൾ അവിടുത്തെ അന്തേവാസികൾക്ക്, അവിടെ അന്ന് 50 പേരുണ്ടായിരുന്നു, ഈ 50 പേർക്ക് അരിയുണ്ട്, കൂട്ടാൻ വയ്ക്കാനായിട്ട് ഒന്നുമില്ല, കൂട്ടാൻ വയ്ക്കാനൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ 2 സഹോദരിമാരെ അച്ഛൻ മാർക്കറ്റിലേക്ക് പറഞ്ഞയച്ചു. ഈ അവിടുത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവരോട് പറയേ, ഇവിടെ കൂട്ടാൻ വയ്ക്കാനായിട്ട് ഒരു സാമ്പാറിൻ്റെ കഷ്ണമോ ഒരു ഉപ്പേരിയുടെ കഷ്ണമോ ഒന്ന് തരാനായിട്ട് അവരോട് തരാൻ പറ്റുമോയെന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞു. അവർ വന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും സാമ്പാർ വയ്ക്കാനും ഉപ്പേരി വയ്ക്കാനുള്ളത് തരാം. അന്ന് ഒരു ശുശ്രൂഷ കർത്താവ് ഞങ്ങളിലൂടെ ചെയ്യിക്കുകയായിരുന്നു, കുറ്റിക്കിലച്ചനിലൂടെ. അന്ന് അവർക്ക് 50 പേർക്കുള്ള സാമ്പാറിൻ്റെ കഷ്ണവും ഉപ്പേരിക്കുള്ള കഷ്ണവും കൊടുത്തയച്ചപ്പോൾ അന്ന് തൊട്ട് അവർക്കത് സ്ഥിരമായിട്ട് കൊടുക്കാനായിട്ട് കർത്താവ് ഇടയാക്കി. ഇന്ന് ഞങ്ങൾ 58 അനാഥ മന്ദിരങ്ങൾക്ക് പച്ചക്കറി സൗജന്യമായിട്ട് മാർക്കറ്റിൽ നിന്നും കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് വളർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലുള്ളവരുടെ ദശാംശം ഇതുപോലെയുള്ള അനാഥ മന്ദിരങ്ങൾക്ക് പച്ചക്കറി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വളർന്നു. ഏകദേശം 70,000 രൂപയോളം ഓരോ മാസവും അതിനുവേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് തന്നെയല്ല, ആ അനാഥ മന്ദിരങ്ങൾ സന്ദർശിക്കാനായിട്ട് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് പിന്നെ തോന്നിയ ഒരു കാര്യമാണ്, അവിടെ ഷേവ് ചെയ്യാതെയും മുടിവെട്ടാതെയും ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വിഷമം തോന്നി. ഞങ്ങൾ എന്ത് ചെയ്തു, അവർക്ക് ഷേവ് ചെയ്യാനും മുടി വെട്ടാനുമായിട്ട് ഒരു ശുശ്രൂഷ ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളുടെ അപ്പച്ചന്മാർ ഷേവ് ചെയ്യാതെയും അതുപോലെ തന്നെ മുടി വെട്ടാതെയും ഇരിക്കുന്ന വ്യക്തികൾക്ക് ഷേവ് ചെയ്ത് കൊടുക്കുന്ന ഒരു ശുശ്രൂഷ ആരംഭിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ മാത്രമാകാതെ പ്രവർത്തിക്കുന്നവരും കൂടി ആയപ്പോൾ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിനെ കർത്താവ് എടുത്തുയർത്തി. അത് ആ ഉയർത്തിയതോട് കൂടി എന്നെയും കർത്താവ് ഉയർത്താൻ തുടങ്ങി. അന്ന് ആ ഓല വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ തിരിച്ചപ്പോൾ പടിപടിയായിട്ട് കർത്താവ് എന്നെയും ഉയർത്താൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ഇന്നിപ്പോൾ ഞാൻ താമസിക്കുന്നത് 1 കോടി രൂപ വിലയുള്ള വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. തൃശ്ശൂർ ടൗണിൽ തന്നെ 2100 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ, 2 നില വീട്ടിൽ, 5 ബെഡ്റൂമുള്ള ഒരു വീട്ടിൽ കർത്താവ് എന്നെ കിടത്തി ഉറക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് എൻ്റെ മക്കളെയൊക്കെ യഥാസ്ഥാനപ്പെടുത്തി. എനിക്ക് 3 ആൺകുട്ടികളുണ്ടായി. 3 ആൺകുട്ടികളെയും കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി. മൂത്ത മകൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. രണ്ടാമത്തെ മകൻ ഇൻഫോ പാർക്കിൽ, കൊരട്ടിയിലെ ഇൻഫോ പാർക്കിൽ ഒരു അമേരിക്കൻ കമ്പനിയിൽ നെറ്റ്വർക്ക് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുന്നു. മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞു, ഒരു കൊച്ചുണ്ട്, അവളും സിവിലാണ്.
ഇപ്പോൾ രണ്ടാമത്തെ മകൻ്റെ കല്യാണം ഉറപ്പിച്ചു. ആയുർവേദ ഡോക്ടറാവാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ മകനെ അച്ഛനാകാനായിട്ട് കർത്താവ് കൃപ നൽകി. ഫരീദാബാദ് രൂപതയ്ക്ക് വേണ്ടി ഇപ്പോൾ നാഗപ്പൂർ സെമിനാരിയിൽ വെസ്റ്റ് ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എൻ്റെ 3 മക്കളെയും യഥാസ്ഥാനപ്പെടുത്തുകയും ഒന്നിനും കുറവില്ലാതെ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ കർത്താവ് തിരിച്ചു തന്ന് കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വഴിയിലേക്ക് ആര് കാലെടുത്ത് വെച്ചിട്ടുണ്ടോ അവരെയൊക്കെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിനൊരു നന്ദി പറയാം. കർത്താവേ, ഇത്രയും കാര്യങ്ങൾ കർത്താവേ, പഠിപ്പും വിവേകവും വിവരവുമില്ലാത്ത ഈ പാപിയായ ഈ മകനിലൂടെ കർത്താവ് ഞങ്ങൾ തൃശ്ശൂർ പട്ടണത്തിന് നൽകിയെങ്കിൽ കർത്താവെ, പഠിപ്പും വിവരവും വിവേകവും ഒക്കെയുള്ള അനേകർ കർത്താവെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവെ, ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ എല്ലാ മക്കളിലേക്കും പരിശുദ്ധാത്മാവിനെ അയച്ച് കർത്താവെ അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്കിപ്പോൾ താഴ്മയോടെ പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പകുത്തപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി, കർത്താവേ സ്തുതിക്കുന്നു, കർത്താവേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ.